കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിക്കുന്നു, രണ്ടാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചു എന്ന് പ്രഥമ ദൃഷ്ട്യ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എന്താണ് കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്ന നടപടികൾ? കോർപ്പറേഷൻ മുമ്പിൽ പെർമിറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായും പരിശോധിക്കേണ്ട എല്ലാ പരിശോധന അടിസ്ഥാനത്തിൽ ആണ് സാധാരണ രീതിയിൽ സ്വകാര്യ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകുന്നത്. ആ പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുള്ളത്. സ്വാഭാവികമായും ഇതിനിടയിൽ ഉയർന്നു വന്ന പ്രശ്നം, പരാതി ഉയർന്നു വന്നു. ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി റീറ്റെയിൽ വാൾ കെട്ടിയില്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന് ശ്രദ്ധയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് നോട്ടീസ് നൽകി. പക്ഷേ അത് അടുത്ത ദിവസം അതിന് ശേഷമാണെന്നുണ്ടായ സംഭവം നടന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് നൽകിയിട്ടുള്ള പെർമിറ്റ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള ശക്തമായ നടപടിയിലേക്ക് കോർപ്പറേഷൻ പോകുക എന്നുള്ളതാണ് കോർപ്പറേഷൻ മുമ്പിലുള്ള മാർഗം. ഇതിൽ ഉയർന്നൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ തന്നെ ജീവനക്കാർ ഇവരുടെ ഉദ്യോഗസ്ഥർക്കൊപ്പം, അതായത് കെട്ടിട നിർമ്മാണ ഉദ്യോഗസ്ഥർക്കൊപ്പം ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി ആളുകളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അത്തരം ആരോപണങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ഇവിടുത്തെ പ്രദേശവാസികളുടെ പരാതിയും ജനപ്രതിനിധികളുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അത് തീർച്ചയായും ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ശക്തമായ കോർപ്പറേഷൻ നടപടിയാണ് റീറ്റെയിൽ വാൾ കെട്ടിയിട്ട് മുന്നോട്ട് വേണ്ടി പറ്റുള്ളൂ എന്നുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത് വകവെക്കാതെ ഇവിടെ നടത്തിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി ഇന്നുണ്ടായ സംഭവം മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പരാതിക്കാരുടെ വ്യക്തി വിവരങ്ങളടക്കം തേടാനുള്ള ശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല. അത് കോർപ്പറേഷന് മുമ്പിലുള്ള പ്രശ്നങ്ങളല്ല. അത് നമുക്കറിയില്ല. ഇപ്പോൾ ഉണ്ടായ സംഭവത്തെ തുടർന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നേരത്തെ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചു. അത് വകവെക്കാതെ നടത്തിയിട്ടുള്ള ഈ പ്രവൃത്തിയെ ശക്തമായ നിയമ നടപടിയിലൂടെ മുന്നോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള. മറ്റു കാര്യങ്ങളും നമുക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ കമ്പനിക്ക് എതിരായിട്ട് എന്ത് നടപടിയാണ്, അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിലെ വിലക്കോ അങ്ങനെ ഏർപ്പെടുത്താനൊക്കെ ആലോചിക്കുന്നുണ്ടോ? പെർമിറ്റ് റദ്ദാക്കുന്നുൾപ്പെടെയുള്ള ശക്തമായ നടപടി പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് സമീപ സ്ഥലത്ത് പോലും ഇത്തരത്തിൽ ഇങ്ങനെ മണ്ണെടുത്ത് ചില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുള്ള പരാതികൾ കൂടി ഉയരുന്നുണ്ട്. അതുകൂടി പരിശോധിക്കുമോ? തീർച്ചയായും ഇവിടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി നേരത്തെ എടുത്തത്. ഏത് പരാതിയും അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ നഗരപരിധിയിൽ ഒരു കെട്ടിടവും ഉയരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് കോർപ്പറേഷൻ ഉള്ളത്. ഏത് പരാതിയും പരിശോധിച്ച് നടപടി സ്വീകരിക്കും. റവന്യൂ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ പോലും അവിടെ കുറേ കുടുംബങ്ങളുണ്ട്, 8 കുടുംബങ്ങളുണ്ട്. അവർ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് അവർ സുരക്ഷാ ഭീഷണിയുണ്ട്. അവരേതെങ്കിലും സ്ഥലത്തിൽ മാറ്റിപ്പാർപ്പിക്കാനൊക്കെയുള്ള ആലോചനയുണ്ട്. തീർച്ചയായും അത് നമുക്ക് പരിശോധിച്ച് ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പായിട്ട് ആലോചിച്ച് അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കോർപ്പറേഷൻ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ പരിശോധിച്ച് ഇപ്പോൾ തന്നെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരുമെല്ലാം ഇവിടെ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാര്യങ്ങൾ മാറ്റി താമസിച്ചു കഴിഞ്ഞു. കൂടുതലെന്തെങ്കിലും അത്തരം കാര്യങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കോർപ്പറേഷൻ മുൻകൈയെടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. തീർച്ചയായിട്ടും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പ്രഥമ ദൃഷ്ടി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെർമിറ്റ് റദ്ദാക്കുമെന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ എടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പരാതികൾ ഘട്ടം ഘട്ടമായി പരിശോധിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് വളർമ്മയ്ക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.